ഞങ്ങളുടെ അൽബേനിയൻ യാത്രാ വിശേഷണങ്ങളിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. 3 ദിവസം കൊണ്ട് അൽബേനിയയിലെ ഒട്ടുമിക്ക എല്ലാ ഡെസ്റ്റിനേഷൻസും ഞങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിച്ചു. ടിറാന എയർപോർട്ടിൽ നിന്ന് വാടകയ്ക്കെടുത്ത ഈ കാറിലായിരുന്നു ഞങ്ങളുടെ യാത്ര. ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ടിറാനയിൽ നിന്ന് ഏതാണ്ട് 2 മണിക്കൂർ സൗത്തായി സ്ഥിതി ചെയ്യുന്ന ബെറാത്ത് എന്ന നഗരത്തിലേക്കായിരുന്നു. യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായ ബെറാത്ത് കാണാൻ അതിമനോഹരമാണ്. ഞങ്ങൾ ചെന്ന ദിവസം നല്ല മഴയായിരുന്നുവെങ്കിലും ബെറാത്ത് നഗരത്തിൻ്റെ തിരക്കിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. ബെറാത്ത് നഗരത്തെ 2ആയി വിഭജിക്കുന്ന ഓസും നദിയാണിത്. ഈ 2 ഭാഗങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ പാലമാണ് ഗോറിക്ക പാലം. ബെറാത്ത് നഗരത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇവിടുത്തെ വീടുകളാണ്. മലഞ്ചെരുവുകളിൽ ഒന്നിനു മുകളിൽ ഒന്നായി നിർമ്മിച്ചിരിക്കുന്ന വെളുത്ത നിറത്തിലുള്ള ഓട്ടോമൻ ശൈലിയിലുള്ള വീടുകൾക്ക് ധാരാളം ജനലുകളുണ്ട്. 1000 ജനലുകളുടെ നഗരം എന്നാണ് ഈ നഗരം അറിയപ്പെടുന്നത് തന്നെ. ജനങ്ങൾക്ക് നടക്കുവാനായിട്ടുള്ള അതിവിശാലമായ നടപ്പാത വളരെ മനോഹരമാണ്. ഈ നഗരത്തിൻ്റെ സൈഡിലുള്ള വലിയ കുത്തനെയുള്ള പാറക്കെട്ടിൻ്റെ അരികിൽ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ പള്ളിയുടെ പേരാണ് സെന്റ് മൈക്കിൾസ് ചർച്ച്. ബെറാത്തിലെ പഴയ നഗരത്തിൻ്റെ ഭാഗമായി ഈ പള്ളിയും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 14ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ പള്ളി ബൈസന്റൈൻ വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമാണ്. ചുവന്ന ഇഷ്ടികകളും കല്ലുകളും പ്രത്യേക രീതിയിൽ അടുക്കി വെച്ചാണ് ഇതിൻ്റെ പുറംഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ കുഞ്ഞു പള്ളിയാണിത്. ബെറാത്ത് കണ്ടിറങ്ങുമ്പോഴേക്കും സമയം ഏകദേശം 2 മണി ആയിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത ലക്ഷ്യസ്ഥാനമായ ജിറോകാസ്റ്റർ നഗരത്തിലേക്ക് യാത്ര ആരംഭിച്ചു. ബെറാത്തിൽ നിന്ന് ഏകദേശം 2.5 മണിക്കൂറോളം സൗത്തിലേക്ക് യാത്ര ചെയ്താലാണ് ജിറോകാസ്റ്ററിൽ എത്തുക. ഗൂഗിൾ മാപ്പ് കുറച്ച് വളഞ്ഞു പോകണമെന്ന് കാണിച്ചതിനാൽ അവർ കാണിച്ചെന്ന മറ്റൊരു കുറുക്കുവഴിയിലൂടെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. 1 മണിക്കൂറോളം ആ റൂട്ടിലൂടെ യാത്ര ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ആ റോഡ് ക്ലോസ് ചെയ്തതായി മനസ്സിലാക്കിയത്. പിന്നീട് വീണ്ടും പുറകോട്ട് സഞ്ചരിച്ച് പഴയ വഴിയിൽ കൂടെ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ 2.5 മണിക്കൂറിന് പകരം ഏതാണ്ട് 4 മണിക്കൂർ എടുത്തു ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ. പക്ഷേ പോകുന്ന വഴികളൊക്കെ കാണാൻ അതിമനോഹരമായിരുന്നതിനാൽ ഞങ്ങളുടെ യാത്ര വിഫലമായില്ല. വലിയ തിരക്കൊന്നുമില്ലാത്ത മലകൾക്കിടയിലൂടെ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന ഹൈവേയിലൂടെ ഞങ്ങളുടെ കാർ കുഴിച്ചു പാഞ്ഞു. വഴിമധ്യേ വളരെ യാദൃശ്ചികമായി കണ്ട ഒരു സ്ഥലമാണ് തെപ്പലേനയിലുള്ള കോൾഡ് വാട്ടർ. കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് അത് അതിമനോഹരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് എന്ന് മനസ്സിലായത്. വളരെ ഔഷധ ഗുണമുള്ള ഈ വെള്ളം അൽബേനിയയിലെ ഏറ്റവും മികച്ച കുടിവെള്ളമായി കണക്കാക്കപ്പെടുന്നു. കുന്നിൻ മുകളിൽ നിന്ന് വിയോസ നദിയിലേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടം മനോഹരമായ ഒരു കാഴ്ചയാണ്. കടുത്ത വേനൽക്കാലത്ത് പോലും ഈ പ്രദേശത്തെ താപനില ചുറ്റുമുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും. അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ ജിറോകാസ്റ്റർ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. ഞങ്ങൾ ജിറോകാസ്റ്റർ എന്ന നഗരത്തിലേക്ക് എത്തിയപ്പോൾ സമയം ഏതാണ്ട് ഇരുട്ടി തുടങ്ങിയിരുന്നു. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച അൽബേനിയയിലെ അതിമനോഹരമായ നഗരമാണ് ജിറോകാസ്റ്റർ. ജിറോകാസ്റ്റർ അറിയപ്പെടുന്നത് തന്നെ കല്ലുകളുടെ നഗരം എന്നാണ്. ഇവിടുത്തെ വീടുകളുടെ മേൽക്കുരകൾ പോലും വെള്ളി നിറത്തിലുള്ള പ്രത്യേകതരം കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മഴ പെയ്യുമ്പോൾ ഈ കല്ലുകൾ തിളങ്ങുന്നത് കാണാൻ പ്രത്യേക ഭംഗിയാണ്. ബാൾക്കൻ മേഖലയിലെ തന്നെ ഏറ്റവും വലിയ കോട്ടകളിൽ ഒന്നാണ് ജിറോകാസ്റ്റർ കോട്ട. നഗരത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും നോക്കിയാൽ കാണാവുന്ന തരത്തിൽ ഒരു കുന്നിൻ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ കോട്ടയ്ക്കുള്ളിൽ ഒരു പഴയ അമേരിക്കൻ യുദ്ധവിമാനവും യുദ്ധ സാമഗ്രികളുടെ ശേഖരവുമുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് നിർമ്മിച്ച ഭീമാകാരമായ ഒരു ഭൂഗർഭ തുരങ്കം ഈ നഗരത്തിനടിയിലുണ്ട്. ഇപ്പോൾ അത് സഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ തെരുവുകൾ വളരെ കുത്തനെയുള്ളതും കല്ലുകൾ പാകിയതുമാണ്. വണ്ടികൾ ഓടിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇവിടെ നടക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഓരോ വളവിലും പഴയകാല ഓട്ടോമൻ വാസ്തുവിദ്യയുടെ ഭംഗി നമുക്ക് കാണാം. ഇവിടുത്തെ വീടുകൾ കോട്ടകൾ പോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവയെ കുല്ലെ എന്ന് വിളിക്കുന്നു. താഴത്തെ നിലയിൽ ജനലുകൾ കുറവായിരിക്കും. ഇത് സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള പഴയ ബസാർ
കരകൗശല വസ്തുക്കൾക്കും പരമ്പരാഗത ഭക്ഷണങ്ങൾക്കും പേരുകേട്ടതാണ്. ആദ്യ ദിവസത്തെ യാത്ര ഇവിടെ അവസാനിച്ചു. സറണ്ടെ എന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കാനായി ഹോട്ടലെടുത്തത്. ഞങ്ങളുടെ അൽബേനിയൻ യാത്രയുടെ 2ാം ദിവസം അൽബേനിയയുടെ ഏറ്റവും സൗത്ത് അറ്റത്തുള്ള സാമിൽ എന്ന സ്ഥലത്തു നിന്ന് തുടങ്ങാം എന്ന് തീരുമാനിച്ചു. ഞങ്ങൾ താമസിച്ച സറണ്ടയിൽ നിന്നും സാമിലേക്കുള്ള വഴി അതിമനോഹരമായിരുന്നു. ദക്ഷിണ അൽബേനിയയിലെ അതിമനോഹരമായ ഒരു തീരദേശ ഗ്രാമമാണ് സാമിൽ. അയോണിയൻ കടലിലെ മുത്ത് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് തന്നെ. സാമിലിൻ്റെ ഏറ്റവും വലിയ ആകർഷണം തീരത്തിനടുത്തുള്ള 4 ചെറിയ ദ്വീപുകളാണ്. ഇവയിൽ ചിലതിലേക്ക് നീന്തിയോ അല്ലെങ്കിൽ ചെറിയ ബോട്ടുകളിലോ പോകാൻ സാധിക്കും. വെളുത്ത മണൽ തീരങ്ങളും തെളിഞ്ഞ നീല നിറത്തിലുള്ള വെള്ളവും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇവിടുത്തെ കടൽ വെള്ളത്തിൻ്റെ തെളിച്ചവും മണലിൻ്റെ പ്രത്യേകതയും കാരണം സാമിലിനെ പലപ്പോഴും യൂറോപ്പിലെ കരീബിയൻ എന്ന് വിളിക്കാറുണ്ട്. സാമിലിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമാണ് ബൂട്രിൻഡ്. പുരാതന ഗ്രീക്ക് റോമൻ കാലഘട്ടത്തിലെ അവശിഷ്ടങ്ങൾ ഇവിടെ കാണാം. ചരിത്രപ്രേമികൾക്ക് ഇത് ഒരു വലിയ വിരുന്നാണ്. ഇവിടെ റോഡ് അവസാനിക്കുന്നു. ഇവിടെ നിന്ന് മറുകരയിലേക്ക് പോകാൻ ചങ്ങാടം വേണം. ഇവിടെ നിന്ന് ഞങ്ങൾ ലോകപ്രശസ്തമായ അൽബേനിയൻ റിവിയേരയിലൂടെയുള്ള യാത്ര ആരംഭിച്ചു. സാമിൽ കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ താമസിച്ച സറണ്ടെ എന്ന നഗരത്തിലൂടെ ഞങ്ങൾ അൽബേനിയയുടെ നോർത്ത് ഭാഗത്തേക്ക് യാത്ര തുടർന്നു. നേരം അതിരാവിലെ ആയതിനാലും നല്ല തെളിഞ്ഞ കാലാവസ്ഥ ആയിരുന്നതിനാലും അതിമനോഹരമായ കാഴ്ചകൾ ഞങ്ങളുടെ കണ്ണിന് കുളിർമയേകി. ഈ കാണുന്നതാണ് ഞങ്ങൾ താമസിച്ച സറണ്ടെ എന്ന സ്ഥലം. അൽബേനിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ സറണ്ടെ. ഞങ്ങൾ സന്ദർശിച്ച സമയം ഓഫ് സീസൺ ആയിരുന്നതിനാൽ അധികം തിരക്കുകൾ ഇവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ ചീപ്പ് റേറ്റിലാണ് താമസിക്കാനായിട്ടുള്ള ഹോട്ടൽ കിട്ടിയത്. യൂറോപ്പിലെ സമ്മർ സീസണിലാണ് ഈ നഗരം വളരെയധികം സജീവമാവുക. അടുത്ത സമ്മർ സീസണിലേക്കുള്ള ഒരുക്കങ്ങൾ ഈ നഗരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒത്തിരിയധികം പുതിയ കെട്ടിടങ്ങളും പുതിയ ഹോട്ടലുകളുമൊക്കെ ഉയർന്നു വരുന്നത് നമുക്ക് പോകുന്ന മധ്യേ കാണാൻ സാധിക്കും. കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ നഗരത്തിൻ്റെ കാഴ്ച അതിമനോഹരമാണ്. ഞങ്ങൾ സറണ്ടയും പിന്നിട്ട് വീണ്ടും നോർത്തിലേക്കുള്ള യാത്ര തുടർന്നു. ഞങ്ങളുടെ ലക്ഷ്യം അൽബേനിയൻ റിവിയേരയിലുള്ള ഹിമാരെ എന്ന സ്ഥലമാണ്. അയോണിയൻ കടലിൻ്റെ തീരത്തുകൂടെയുള്ള ഏതാണ്ട് 1.5 മണിക്കൂർ നീളമുള്ള യാത്രയാണ് സറണ്ടയിൽ നിന്ന് ഹിമാരയിലേക്കുള്ളത്. അതിമനോഹരമായ റോഡിൻ്റെ വശക്കാഴ്ചകൾ നമുക്ക് ഇപ്പോൾ കാണാം. അങ്ങനെ ഞങ്ങൾ ഹിമാരയിൽ എത്തിച്ചേർന്നു. മലനിരകളും അയോണിയൻ കടലും സംഗമിക്കുന്ന ഇടമാണ് ഹിമാര. തീരദേശ പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ സഞ്ചാരികൾ തീരെ കുറവായിരുന്നു. കാരണം ഇത് ഓഫ് സീസണാണ്. സമ്മറിൽ വളരെയധികം ആളുകളെ കാണുന്ന ഒരു തീരദേശമാണ്, ബീച്ചുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഹിമാരയിൽ അൽബേനിയൻ വംശജരെ കൂടാതെ ധാരാളം ഗ്രീക്ക് വംശജരും താമസിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇവിടെ അൽബേനിയൻ, ഗ്രീക്ക് എന്നീ 2 ഭാഷകളും ഒരുപോലെ സംസാരിക്കുന്നത് കേൾക്കാം. ഇവിടുത്തെ ബീച്ചിൽ മണൽത്തരികൾക്ക് പകരം ചെറിയ തരത്തിലുള്ള ഉരുണ്ട കല്ലുകളാണ് കാണുന്നത്. ഈ സ്ഥലത്ത് ഏതാണ്ട് 2500 വർഷം പഴക്കമുള്ള ഒരു കോട്ടയുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. തൊട്ടടുത്ത സ്ഥലമായ ധേർമി എന്ന സ്ഥലത്തിലേക്കായിരുന്നു ഞങ്ങളുടെ അടുത്ത യാത്ര. അൽബേനിയയിലെ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളിലൊന്നായി ധേർമി കണക്കാക്കപ്പെടുന്നു. വെളുത്ത നിറത്തിലുള്ള കല്ല് വീടുകളും ഇടുങ്ങിയ തെരുവുകളുമാണ് ഇതിൻ്റെ ഭംഗി. ഈ പ്രദേശം മുഴുവൻ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒലിവ് മരങ്ങളാൽ സമ്പന്നമാണ്. ഇവിടുത്തെ ഒലിവ് ഓയിൽ വളരെ ഗുണമേന്മയുള്ളതാണ്. ഇവിടുത്തെ കടൽ തീരങ്ങൾ ലോക പ്രശസ്തമാണ്. കാരണം ഇവിടുത്തെ വെള്ളത്തിന് തെളിഞ്ഞ നീല നിറമാണുള്ളത്.
ഒത്തിരി പള്ളികളും ആശ്രമങ്ങളും ഉള്ള സ്ഥലമാണ് ധേർമി. ഈ ധേർമി ഗ്രാമത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് മലഞ്ചെരുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. താഴെ നീലക്കടലും മുകളിൽ പച്ചപ്പുള്ള മലനിരകളും ചേരുമ്പോൾ ഇതൊരു പോസ്റ്റ് കാർഡ് പോലെ മനോഹരമാണ്. ധേർമിയിലെ ഏറ്റവും മനോഹരമായ ഒരു ഭാഗത്തിൻ്റെ പേരാണ് ഡ്രൈമേഡ്സ്. നേരത്തെ പറഞ്ഞതുപോലെ വേനൽക്കാലത്ത് ഇവിടെ നല്ല തിരക്കായിരിക്കും. തിരക്ക് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജൂൺ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസങ്ങളിൽ പോകുന്നതാണ് നല്ലത്. കുന്നിൻ മുകളിലുള്ള ഈ ഭാഗത്ത് താമസിച്ചാൽ പഴയ കല്ലുവീടുകളുടെ ഭംഗിയും കടലിൻ്റെ ദൂരക്കാഴ്ചകളും ആസ്വദിക്കാൻ സാധിക്കും. കടൽ വിഭവങ്ങൾക്കും മെഡിറ്ററേനിയൻ രുചികൾക്കും പേരുകേട്ട സ്ഥലമാണ് ധേർമി. ധേർമിയിൽ നിന്ന് വീണ്ടും മുന്നോട്ട് ഞങ്ങൾ യാത്ര തിരിച്ചു. ഇവിടുന്ന് നോക്കുമ്പോൾ മുകളിൽ ഒരു വലിയ ചുരം കാണാം. ഈ ചുരമാണ് പ്രശസ്തമായ ലൊഗാര പാസ്. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ഈ ലൊഗാര പാസ് കയറുക എന്നതായിരുന്നു. ലൊഗാര പാസ് തുടങ്ങുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു വലിയ ടണൽ റോഡുണ്ട്. വണ്ടികളെല്ലാം തന്നെ അതുവഴിയാണ് പോകുന്നത്. ഞങ്ങൾക്ക് ഈ ലൊഗാര പാസ് കയറണം എന്നുള്ള ലക്ഷ്യമുള്ളതുകൊണ്ട് ഞങ്ങൾ ഈ വഴി തിരഞ്ഞെടുത്തു. അൽബേനിയയിലെ അഡ്രിയാറ്റിക് കടലും അയോണിയൻ കടലും തമ്മിൽ വേർതിരിക്കുന്ന ഒരു മലയിടുക്കാണിത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1027 മീറ്റർ ഉയരത്തിലാണ് ഈ പാത സ്ഥിതി ചെയ്യുന്നത്. പാതയിലുള്ള ഏറ്റവും മുകളിലത്തെ ഹെയർപിൻ വളവിൻ്റെ അവിടെ നിന്ന് സൈറ്റ് സീയിങ്ങിനായിട്ട് ഒരു നല്ല സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് നോക്കുമ്പോൾ അൽബേനിയയുടെ ഭൂപ്രകൃതി കാണാൻ അതിമനോഹരമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ തീരദേശ റോഡുകളിൽ ഒന്നാണ് ഇത്. അവിടെ നിന്നുള്ള ഞങ്ങളുടെ യാത്ര വ്ളോറെ എന്ന സ്ഥലത്തേക്കായിരുന്നു. വ്ളോറയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള വശക്കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാം. അൽബേനിയയുടെ ചരിത്രത്തിൽ വ്ളോറയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. 1912 നവംബർ 28 ഓട്ടോമൻ സാമ്രാജ്യത്തിൽ നിന്ന് അൽബേനിയ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് ഈ നഗരത്തിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ സ്വാതന്ത്ര്യത്തിൻ്റെ നഗരം എന്ന് വിളിക്കുന്നു. വ്ളോറയുടെ വടക്ക് ഭാഗത്ത് അഡ്രിയാറ്റിക് കടലും തെക്ക് ഭാഗത്ത് അയോണിയം കടലുമാണ് ഉള്ളത്. ഈ നഗരമധ്യത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഗൾഫ് നാടുകളിലെ നഗരത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരു പ്രതീതി നമുക്ക് അനുഭവപ്പെടും. നമ്മൾ ഇത്രയും സമയം യാത്ര ചെയ്ത ലോകപ്രശസ്തമായ അൽബേനിയൻ റിവിയേര ആരംഭിക്കുന്നത് വ്ളോറയിൽ നിന്നാണ്. ഒത്തിരി പുതിയ കെട്ടിടങ്ങൾ ഇവിടെ ഉയരുന്നത് കാണാൻ സാധിക്കും. വ്ളോറയിൽ നിന്ന് ഞങ്ങൾ ഡ്യൂറസ് എന്ന അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര ആരംഭിച്ചു. അൽബേനിയയിലെ ഏറ്റവും പുരാതനവും ചരിത്രപ്രധാനവുമായ നഗരങ്ങളിൽ ഒന്നാണ് ഡ്യൂറസ്. ഈ നഗരവും അഡ്രിയാറ്റിക് കടലിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അൽബേനിയയിലെ ഏറ്റവും നീളമേറിയ കടൽ തീരങ്ങളിൽ ഒന്നാണിത്. വിനോദസഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് ഇവിടുത്തെ ബീച്ചുകൾ. ഇവിടുള്ള വെനീഷ്യൻ ടവറിൻ്റെ മുന്നിലുള്ള വലിയ ചത്തുരത്തിൽ നിന്നുള്ള സൂര്യാസ്തമയ കാഴ്ച അതിമനോഹരമായിരുന്നു. ഡ്യൂറസിൽ ഞങ്ങൾക്ക് വളരെ കുറച്ച് സമയമേ ചെലവഴിക്കാനുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം രണ്ടാമത്തെ ദിവസത്തെ ഞങ്ങളുടെ താമസ സ്ഥലമായ ടിറാനയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. അൽബേനിയൻ തലസ്ഥാനമായ ടിറാനയിൽ നിന്നാണ് നമ്മുടെ അടുത്ത യാത്ര. തിറാനയിൽ അമ്മ എന്ന പേരുള്ള ഏജൻസിയിൽ ഒരു ടാക്സി ഓടുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഞങ്ങളുടെ അൽബേനിയൻ യാത്രയിലെ 3-ാം ദിവസം ആരംഭിച്ചത് അൽബേനിയൻ തലസ്ഥാനമായ തിറാനയുടെ തിരക്കുകളിൽ നിന്നാണ്. ഈ കാണുന്നതാണ് സ്കന്ദർബെഗ് ചത്വരം. നഗരത്തിൻ്റെ ഹൃദയഭാഗമാണിത്. നഗരത്തിലെ സാംസ്കാരിക പരിപാടികളെല്ലാം തന്നെ നടക്കുന്നത് ഇവിടെയാണ്. ആളുകൾക്ക് കുടിവെള്ളത്തിനായി സ്ഥാപിച്ച പൈപ്പാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് തിരാനയിലെ പ്രശസ്തമായ ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളിയുടെ ഉൾവശമാണ്.
ഇതിനടുത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമാണ് ടിറാനയിലെ പിരമിഡ്. മുൻ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതി എൻവർ ഹോജയുടെ സ്മരണാർത്ഥം നിർമ്മിച്ചതാണിത്. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ ടിറാന നഗരം നമുക്ക് 360 ഡിഗ്രിയിൽ മുഴുവനായി കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ പിരമിഡിന് ചുറ്റുമുള്ള സ്ഥലം വലിയ IT ടെക് സെൻ്ററായി മാറ്റിയിട്ടുണ്ട്. ടിറാനയിൽ നിന്നും ഞങ്ങൾ നോർത്ത് ഭാഗമായ സ്കോഡർ തടാകം ലക്ഷ്യമാക്കി ഞങ്ങളുടെ യാത്ര തുടർന്നു. സ്കോഡർ തടാകത്തിന് സമീപം നമുക്ക് കാണാൻ സാധിച്ച അതിമനോഹരമായ ഒരു ബ്രിഡ്ജാണ് മെസ്സി ബ്രിഡ്ജ്. കീർ നദിക്ക് കുറുകെയാണ് ചരിത്രപ്രസിദ്ധമായ ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. ബാൾക്കൻ മേഖലയിലെ ഓട്ടോമൻ വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നായി ഈ പാലം കാണപ്പെടുന്നു. ഏകദേശം 108 മീറ്റർ നീളമുള്ള ഈ പാലം മേഖലയിലെ ഏറ്റവും വലിയ പാലങ്ങളിൽ ഒന്നാണ്. പാലം കണ്ടതിന് ശേഷം ഞങ്ങൾ സ്കോഡർ സിറ്റിയുടെ തിരക്കുകളിലേക്ക് ഊളിയിട്ടു. സ്കോഡർ തടാകത്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം മതസൗഹാർദ്ദത്തിന് പേരുകേട്ട സ്ഥലമാണ്. അൽബേനിയയിലെ ആദ്യത്തെ ഫോട്ടോഗ്രഫി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഈ നഗരത്തിലാണ്. സ്കോഡർ നഗരത്തിലൂടെ ഞങ്ങൾ യാത്ര ചെയ്ത് നോർത്തിലെ ഷിറോക്കെ എന്ന ഗ്രാമം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. തടാകത്തിൻ്റെ തീരത്തുകൂടെയുള്ള യാത്ര അതിമനോഹരമായിരുന്നു. അൽബേനിയയുടെ ഏറ്റവും നോർത്ത് ഭാഗത്ത് മോന്തനെഗ്രോയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഷിറോക്കെ. ഷിറോക്കയിലെ പ്രധാന പാതകളെല്ലാം തന്നെ അൽബേനിയൻ പരമ്പരാഗത പരവതാനികളുടെ ഡിസൈനിൽ ജാമിതീയ രൂപങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. തടാക തീരമായതുകൊണ്ട് തന്നെ അപൂർവ ഇനം പക്ഷികളുടെ ഒരു സങ്കേതം കൂടിയാണ് ഈ സ്ഥലം. സ്കോഡർ നഗരത്തിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ദൂരമേ ഇവിടേക്കുള്ളൂ. അതുകൊണ്ട് തന്നെ തടാകത്തിൻ്റെ വശങ്ങളിലൂടെ സൈക്കിൾ ചവിട്ടി വരുന്നത് ഇവിടുത്തെ ഒരു പ്രധാന വിനോദമാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ ലാച്ച് എന്ന സ്ഥലത്തേക്ക് യാത്ര ആരംഭിച്ചു. അന്തോണീസ് പുണ്യവാളൻ്റെ നാമധേയത്തിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ ലാച്ചിൽ ഉള്ളത്. ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട ആളുകൾ സന്ദർശിക്കുന്നു എന്നുള്ളതാണ്. അൽബേനിയയിൽ മതം നിരോധിക്കപ്പെട്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് ഈ പള്ളി തകർക്കപ്പെട്ടിരുന്നു. എന്നാൽ ആളുകൾ രഹസ്യമായി ഇവിടെ തീർത്ഥാടനത്തിന് എത്തുമായിരുന്നു. സെൻറ്റ് ആൻ്റണിയുടെ പെരുന്നാളിന് മുന്നോടിയായുള്ള 13 ചൊവ്വാഴ്ചകളാണ് ഇവിടുത്തെ പ്രധാന തീർത്ഥാടന കാലം. പള്ളിക്ക് സമീപം സെൻറ്റ് ബ്ലെയ്സിൻ്റെ ഗുഹ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ഗുഹയുണ്ട്. പുരാതന കാലത്ത് വിശുദ്ധന്മാർ താമസിച്ചിരുന്ന ഇടമായിട്ടാണ് ഇത് കണക്കാക്കപ്പെട്ടിരുന്നത്. അന്തോണീസ് പുണ്യവാളൻ്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ കയറി പ്രാർത്ഥിച്ച് ഞങ്ങൾ ഞങ്ങളുടെ അൽബേനിയൻ യാത്ര അവസാനിപ്പിച്ചു. ഇവിടെ നിന്ന് ഞങ്ങൾ തിരാന എയർപോർട്ടിൽ തിരിച്ചെത്തി. അതിമനോഹരമായ അൽബേനിയൻ യാത്രയുടെ പര്യവസാനമായിരുന്നു അത്. നന്ദി.